സദസ്സിലൊക്കെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അതിലുപരി പാലാട്ടി കൂണത്താൻ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളെ, അതേപോലെ ഏറ്റവും ഈ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ ഭാരവാഹി കൂടിയായ ജോസേട്ടൻ, ജയൻ, ശ്രീ ജയൻ പ്രഭാകരൻ, ഏറ്റവും പ്രിയപ്പെട്ട ഈ കുടുംബത്തിലെ നേതൃസ്ഥാനം വഹിക്കുന്ന നമ്മുടെ ഈ കുടുംബനാഥനായി മകൻ ജോർജേട്ടൻ, ഔസേപ്പേട്ടൻ. ഞാൻ ഈ മുഹൂർത്തം തെരഞ്ഞെടുപ്പിന് വന്നപ്പോൾ തീരുമാനിച്ചത്, പക്ഷേ നിർഭാഗ്യവശാൽ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. ഓരോ കാര്യങ്ങൾ കൊണ്ട് തിരക്ക് കൊണ്ട് നീണ്ടുപോയി. വലിയ ഒരു സന്തോഷം എനിക്ക് നൽകിയത്, ഞാനിവിടെ തെരഞ്ഞെടുപ്പിന് വരുമ്പോൾ വോട്ട് ചോദിച്ചു വരുമ്പോൾ എന്നെ അറിയില്ല എന്നുള്ള ചിന്തയിലാണ് ഞാൻ വല്യപ്പനോട് വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ എന്നെ മാത്രമല്ല, എൻ്റെ അപ്പൻ മരിച്ചതും എൻ്റെ അപ്പനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങളും എൻ്റെ അപ്പൻ്റെ ചേട്ടനിമാരെക്കുറിച്ച് ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞ് ചോദിച്ചപ്പോൾ വലിയ അത്ഭുതം എനിക്ക് തോന്നി. അതിലുപരി ഈ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് VD സതീശൻ ഉണ്ടല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹം ഡൽഹി പോയി സമരം ചെയ്ത് നന്നായിട്ടോ. ആ സമരത്തിന് പോയി. അപ്പം ഞാൻ പറഞ്ഞു, വെല്ലിപ്പിന് എങ്ങനെ അറിഞ്ഞേ? പത്രം ഞാൻ എല്ലാ ദിവസവും വായിക്കും. ഒന്ന് നോക്കിക്കേ, 103 വയസ്സാണ് പ്രായം. ഈ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരെയും പേര് പറയാൻ വെല്ലിപ്പിന് സാധിക്കും. അകത്തേക്ക് കിടന്നപ്പോഴേക്ക് എന്നെ മാറ്റി വന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയ്ക്ക് ഒരു ദൈവാനുഗ്രഹമാണത്, വേറെ ഒന്നിൻ്റെ സൃഷ്ടിയല്ല. ദൈവത്തിൻ്റെ ഒരു സൃഷ്ടികർമ്മമായി ദൈവം നൽകിയ ആയുസ്സാണ്, ദൈവം നൽകിയ ഓർമ്മയാണ്. ആ ഓർമ്മയ്ക്കാണ് പ്രസക്തി. 103 വയസ്സ് തികഞ്ഞപ്പോഴും കൃത്യമായ ആരോഗ്യത്തോടു കൂടിയും കൃത്യമായ ഓർമ്മയോടുകൂടിയും ആളുകളെ മനസ്സിലാക്കാനും തിരിച്ചറിവോടുകൂടി ഇത്രയും ആയുസ് നൽകിയ തുറവൂർ പഞ്ചായത്തിലെ ഏറ്റവും സീനിയറായാണ് ഈ ഔസേപ്പുല്ലിപ്പൻ. അതുകൊണ്ട് തുറവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മുക്തകണ്ഠം പ്രാർത്ഥനാ നിർഭരമായ ആശംസകളോടുകൂടി അദ്ദേഹത്തിന് തുറവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരവ് നൽകുകയാണ്. ഗുണത്താൻ പൗലോ ഔസേപ്പ് വല്യപ്പച്ചൻ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മാട്ടിച്ചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. 103 വയസ്സ് പൂർത്തിയാക്കി 104 വയസ്സിലേക്ക് കിടക്കുന്ന ഒരപ്പച്ചൻ നമ്മുടെ നാട്ടിലെ നമുക്ക് തീർച്ചയായിട്ടും വലിയ ഒരു സന്തോഷം തന്നെയാണ്. ഒരു നൂറ്റാണ്ട് കാലത്തിലധികം ജീവിച്ചിരിക്കുക എന്നുള്ളതും അതിനേക്കാൾ ഉപരിയായി ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും വലിയൊരു ദൈവാനുഗ്രഹം തന്നെയാണ്. പല ആളുകളും ദീർഘകാലം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഒരു പ്രായം കഴിയുമ്പോൾ വളരെ പ്രയാസത്തിലായി കിടപ്പ് രോഗികളൊക്കെ ആയി മാറുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇത് വളരെ ആരോഗ്യത്തോടു കൂടി തന്നെ അപ്പച്ചന് ഇത്രയും കാലം ജീവിക്കാനും നല്ല ഓർമ്മയും ശക്തിയും ഒക്കെയായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമാണ്, ദൈവാനുഗ്രഹം തന്നെയാണ്. ഞാൻ ചോദിച്ചു എന്താണ് രഹസ്യം എന്ന് ചോദിച്ചു, എന്താ കഴിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ 3 നേരം പൊടിയരിക്കഞ്ഞിയാണ് കുടിക്കുന്നത്. അപ്പോൾ ഇനി അതുകൊണ്ട് കൂടുതൽ കാലം ജീവിച്ചിരിക്കാൻ ഇതുപോലെയൊക്കെ ഇരിക്കാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ പൊടിയരിക്കഞ്ഞി പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഏതാ പണിയാണ് നന്നായി, ആയ കാലത്ത് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആരോഗ്യവും കരുത്തിലേക്ക് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. വളരെയധികം സന്തോഷം. അപ്പച്ചന് എല്ലാ ആശംസകളും നേരെയാണ്. ഇനിയും ദീർഘകാലം അതുപോലെ ആരോഗ്യത്തോടു കൂടി തന്നെ മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് മുന്നോട്ട് പോകാനായിട്ട് ലഭിച്ച ഒരു അനുഗ്രഹം. എല്ലാ നന്മകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് മുൻകൈയെടുത്ത വാർഡിൻ്റെ മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയൊക്കെ ആയിട്ടുള്ള ശ്രീ MP മാട്ടിച്ചേട്ടനെയും പഞ്ചായത്ത് ഭരണസമിതിയെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുകയാണ്. ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ പാട്ടിച്ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. 2 മണി സമയം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള എല്ലാവർക്കും എത്തിച്ചേരാൻ. ഇന്നിപ്പോൾ ഞായറാഴ്ച എൻ്റെ ഒരു സുഖമുഹൂർത്തമാണ്. കാരണം ഇത്രയും കാലം എനിക്ക് ജീവിക്കാൻ പറ്റിയതിൻ്റെ വലിയൊരു സന്തോഷം. അതിൽ വലിയ സന്തോഷം എന്തിട്ടാ കിട്ടാനുള്ള ഇത്രയും കാലം
ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റിയത് എനിക്ക് വളരെ സന്തോഷം. അത് തന്നെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ ആളുകളെയും എനിക്ക് നല്ല ചുരുക്കം ചില ആളുകളെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കൂടെ പഠിക്കുകയും അയൽക്കുട്ടികളും എന്നുവേണ്ട എല്ലാവരും ഈ പറഞ്ഞ നമുക്ക് ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഇത്രയും സമയം എൻ്റെ ഈ ഇതിൽ എല്ലാവരും സഹായിച്ചതിനും ഞാൻ നന്ദി പറയുന്നു. ആളുകളെ തിരിച്ച് പറയാനില്ല. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ.